എന്തിനാ തമ്പുരു വിഷു ആഘോഷിക്കുന്നത്? വിഷു ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്. വിഷുവിന് 2 ഐതിഹ്യങ്ങളുണ്ട്. നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷു ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് എന്നതാണ് ഒരു വിശ്വാസം. അതുപോലെ തന്നെ രാവണൻ്റെ കൊട്ടാരത്തിൽ വെയിൽ തട്ടിയത് രാവണന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് സൂര്യനെ നേരെ ഉദിക്കാൻ സമ്മതിച്ചില്ല. എന്നിട്ട് രാമൻ രാവണനെ വധിച്ചതിന് ശേഷം ഈ സൂര്യ നേരെ ഉദിച്ച ദിവസമാണ് വിഷു ആയിട്ട് ആഘോഷിക്കുന്നത്. ഇതാണ് മറ്റൊരു വിശ്വാസം. തമ്പുരു കൊന്നപ്പൂ എന്തിനാ കണ്ണി വെക്കുന്നത്? ഹിന്ദു ഐതിഹ്യ പ്രകാരം ശ്രീരാമൻ ബാലിയെ കൊന്നത് ഒരു മരത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ടായിരുന്നു. അങ്ങനെ ആ മരത്തിന് കൊന്നമരം എന്ന പേര് ലഭിച്ചു. പക്ഷേ കൊന്നമരം എന്ന പേര് മരത്തിന് സങ്കടമായി. മരം വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ പറഞ്ഞു, എൻ്റെ 8ാം അവതാരമായ ശ്രീകൃഷ്ണൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന്. 8ാം അവതാരമായ ശ്രീകൃഷ്ണൻ വന്നു അനുഗ്രഹിച്ചതിനു ശേഷമാണ് കൊന്ന മരത്തിന് കണിക്കൊന്ന എന്ന പേര് ലഭിച്ചത്. കണിക്കൊന്നയുടെ സ്വർണ്ണ നിറത്തിലുള്ള പൂക്കൾക്കു പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. എന്താ കഥ? തമ്പുരു ഇതും കൂടി പറഞ്ഞു തരുവാ? ഒരിക്കൽ ഒരിടത്ത് ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. ഉണ്ണിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണണമെന്നുള്ളതായിരുന്നു. ഒരിക്കൽ ശ്രീകൃഷ്ണൻ ഉണ്ണിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ അരഞ്ഞാണം ഉണ്ണിക്ക് ശ്രീകൃഷ്ണൻ സമ്മാനമായി നൽകി. തൻ്റെ മകൻ്റെ കയ്യിൽ കണ്ട വിലമതിക്കാനാവാത്ത സ്വർണ്ണ അരഞ്ഞാണം ഉണ്ണി മോഷ്ടിച്ചതാണെന്ന് കരുതി അമ്മ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെറിഞ്ഞു. ഉണ്ണിയുടെ അമ്മ എറിഞ്ഞ അരഞ്ഞാണം ചെന്ന് വീണത് കൊന്നമരത്തിന് മുകളിലായിരുന്നു. അപ്പോൾ തന്നെ കൊന്നമരം പൂത്ത് സ്വർണ്ണ നിറത്തിലുള്ള പൂക്കളുണ്ടായി. അതിനാൽ തന്നെ കൊന്നപ്പൂവ് ശ്രീകൃഷ്ണന്റെ അരഞ്ഞാണം എന്ന് അറിയപ്പെടുന്നു. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു!